ഓപ്പറേഷൻ്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 10 ടീമംഗങ്ങളെ, അത് 8 പേരടങ്ങിയ 10 ടീമംഗങ്ങളെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. വെടിവെക്കാനുള്ള ഉത്തരവ് നടപടികൾ ഉൾപ്പെടെയുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് മേൽ ടീം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. കൂട്ടിലാണ് കടുവ അകപ്പെട്ടതെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്കാണ് മാറ്റുന്നത്. വനത്തിൽ 20 മീറ്റർ പരിധിയിലെ കാട് വെട്ടുന്നതിനുള്ള സമ്മതം ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്തു വന്നിരുന്നതാണ്. അതൊരു ചെറിയ തടസ്സം കാരണം തുടരാതിരുന്നതാണ്. നാളെ മുതൽക്ക് വീണ്ടും തുടങ്ങും. അതേമാതിരി ഫെൻസിങ് ചെയ്യുന്നുള്ള ടെൻഡർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ഫെൻസിങ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അതുകൂടെ തന്നെയാണ് കടുവ വന്നിട്ടുള്ളത്. ഫെൻസിങ് ചെയ്യുന്നുള്ള ടെൻഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ്, ഫോറസ്റ്റ് രാത്രിയും പകലും സംയുക്തമായിട്ട് പെട്രോളിംഗ് നടത്തുന്നതാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വേണമെന്നാണ് പരീക്ഷ കാലത്ത് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ 6 വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ കുടുംബാംഗ സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകിയാൽ ബുധനാഴ്ച നമ്മൾ ബാക്കിയുള്ള നഷ്ടപരിഹാരം കൂടി നൽകുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള സംഭവങ്ങൾക്ക് യാതൊരു പോലീസ് കേസും ഉണ്ടാകുന്നതല്ല. പിന്നെ താൽക്കാലികമായി കുടുംബത്തിലെ ഒരാൾക്ക് ഫെബ്രുവരി 1 മുതൽ തന്നെ ജോലി കൊടുക്കും. സ്ഥിര നിയമനം സംബന്ധിച്ച് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് ഉത്തരവ് ലഭ്യമാക്കേണ്ടതാണ്. പിന്നെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടി നാളെ ഫോറസ്റ്റ് മിനിസ്റ്റർ ജില്ലയിലുണ്ട്. സാറിനോടുകൂടി സംസാരിച്ച് തീരുമാനിച്ചായിട്ടും തുടർന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.